ലോകകപ്പിൽ മെക്സിക്കോയുടെ പ്രതീക്ഷകൾക്ക് ചിറകു നൽകുന്ന താരം, എതിരാളികളുടെ പ്രതിരോധം തകർക്കുന്ന ആയുധം ഹൂലിയൻ ക്വിനോനസ്. പക്ഷേ ഇന്ന് ലോകം ആഘോഷിക്കുന്ന താരത്തിന്റെ ജീവിതം ഒരു കാലത്ത് പട്ടിണിയോടും ദാരിദ്ര്യത്തോടും നടത്തിയ പോരാട്ടമായിരുന്നു. കൊളംബിയയിലെ മഗ്വേപയായൻ എന്ന ചെറിയ പട്ടണത്തിലായിരുന്നു ഹൂലിയൻ ക്വിനോനസിന്റെ ജനനം. കുടുംബത്തിന് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു. പല ദിവസങ്ങളിലും വയറുനിറയെ ഭക്ഷണം പോലും ലഭിക്കാത്ത സാഹചര്യം. പട്ടിണി ജീവിതത്തിന്റെ ഭാഗമായിരുന്ന കാലം. മറ്റുള്ള കുട്ടികൾ കളിച്ചു നടക്കുമ്പോൾ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ക്വിനോനസ് കണ്ടറിഞ്ഞു. എന്നാൽ ആ കഷ്ടപ്പാടുകൾക്കിടയിലും ക്വിനോനസിന് ഒരു അഭയമുണ്ടായിരുന്നു: ഫുട്ബോൾ. പഴകിയ പന്തുമായി മണിക്കൂറുകളോളം കളത്തിലോടിയിരുന്ന ആ കുട്ടി ഒരു നാൾ വലിയ താരമാകുമെന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ചു. പക്ഷേ സ്വപ്നങ്ങളിലേക്ക് നടന്നു പോകുന്ന വഴി അത്ര എളുപ്പമായിരുന്നില്ല. പണമില്ലായ്മയും അവസരങ്ങളുടെ കുറവും ഒരു വശത്ത്, മറുവശത്ത് വിമർശനങ്ങളും പരിഹാസങ്ങളും. ഇവനെ കൊണ്ട് ഒന്നും സാധിക്കില്ല, ഫുട്ബോൾ ജീവിതം മുന്നോട്ടു പോകില്ല, ഇത്തരം വാക്കുകൾ പലവട്ടം ക്വിനോനസ് കേട്ടു. എന്നാൽ ഓരോ പരിഹാസവും ക്വിനോനസിന് പുത്തൻ ഊർജമായി മാറുകയായിരുന്നു. ഒരു നാൾ എല്ലാവർക്കും മറുപടി നൽകണമെന്ന വാശി താരത്തിനുള്ളിൽ വളർന്നു. ആ വാശിയും പട്ടിണിയും ക്വിനോനസിനെ മെക്സിക്കോയിലേക്ക് എത്തിച്ചു. അവിടെയും തുടക്കം എളുപ്പമായിരുന്നില്ല. പുതിയ രാജ്യം, പുതിയ സംസ്കാരം, പുതിയ വെല്ലുവിളികൾ. എന്നാൽ ക്വിനോനസ് പിന്നോട്ടു പോയില്ല. അറ്റ്ലസ്, ടൈഗ്രസ്, ക്ലബ് അമേരിക്ക തുടങ്ങിയ ടീമുകൾക്കായി നടത്തിയ പ്രകടനങ്ങളിലൂടെ മെക്സിക്കൻ ലീഗ് ഫുട്ബോളിലെ ഏറ്റവും അപകടകാരിയായ മുന്നേറ്റ താരങ്ങളിൽ ഒരാളായി മാറി. ഗോൾ വേട്ടയും കിരീട നേട്ടങ്ങളും ക്വിനോനസിനെ ആരാധകരുടെ പ്രിയ താരമാക്കി. എന്നിരുന്നാലും വിമർശനങ്ങൾ അവസാനിച്ചില്ല. കൊളംബിയയിൽ ജനിച്ച താരം മെക്സിക്കോയ്ക്കായി കളിക്കുമെന്ന തീരുമാനത്തെ പലരും ചോദ്യം ചെയ്തു. ദേശീയ ടീമിലെ സ്ഥാനവും പലപ്പോഴും ചർച്ചയായി. പക്ഷേ ക്വിനോനസ് പതിവ് പോലെ മറുപടി പറഞ്ഞത് വാക്കുകൾ കൊണ്ടല്ല, കളത്തിലായിരുന്നു. ഓരോ ഓട്ടത്തിലൂടെയും, ഓരോ ഗോളിലൂടെയും, ഓരോ മികച്ച പ്രകടനത്തിലൂടെയും. ഇന്ന് ലോകകപ്പ് വേദിയിൽ മെക്സിക്കോയുടെ പ്രതീക്ഷകളിൽ ഒന്നായി ഹൂലിയൻ ക്വിനോനസ് നിൽക്കുമ്പോൾ അത് ഒരു ഫുട്ബോൾ താരത്തിന്റെ വിജയം മാത്രമല്ല, പട്ടിണിയെ തോൽപ്പിച്ച ഒരു കുട്ടിയുടെ വിജയം കൂടിയാണ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.